ഇന്നിതാ കിച്ചണിലേക്ക് കടന്നിരിക്കുക. ഈവനിങ് ടൈമിൽ വൈകുന്നേരത്തെ കുക്കിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറും വയ്ക്കണം, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ സാധാ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന കേട്ടോ. ഇന്ന് അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ തോരൻ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഉച്ചക്കേലത്തേക്ക് ചോറിനായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനായിട്ട് ബീറ്റ്റൂട്ട് തോരൻ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഞങ്ങൾ എടുത്ത് ഉച്ചയ്ക്ക്, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ തോരൻ റെഡിയാണ്, കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പം എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം നമ്മൾ. അപ്പോൾ ചിക്കൻ കറിക്കായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് വെച്ചു കേട്ടോ. ഉപ്പിട്ടപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പൊടികൾ ഈ സമയത്ത് ഇതിനകത്ത് ചേർത്ത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിരിഞ്ഞ് നീക്കി വെക്കാം. ഇതിലേക്ക് ഞാൻ ഇടാൻ പോണ ഐറ്റം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബൗളിൽ ഒരു 1/2 ബൗള് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തിരുമ്മി കൊടുക്കുന്നുണ്ട്. നമുക്കത് നല്ലപോലെ മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നീക്കി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, ഈ ഐറ്റംസുകളെല്ലാം റെഡിയാക്കണം. ഞാനൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ഞാൻ ഇവിടെ എല്ലാ ഐറ്റംസുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഒരു ചെറിയ തക്കാളി ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഇവിടെ നാടൻ തക്കാളി. അപ്പോൾ ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം എടുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ സബോള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസിലുള്ള സബോള എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് വറ്റൽ മുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച്, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില. ഇത്രയും ഐറ്റംസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനൊന്ന് നല്ലപോലെ ചൂടാവട്ടെ. ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങ പാല് പിഴിഞ്ഞൊന്നുമല്ല കേട്ടോ. സാധാ ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. തേങ്ങ പാല് പിഴിയാതെ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ കറി ഇന്ന് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് ഇത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറി വെളിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്, ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലില്ലാതെ നിന്ന് വെക്കണം. നമ്മുടെ പാൻ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊക്കെ നല്ലപോലെ ചൂടായി. നമുക്കിപ്പോൾ ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ചതച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സബോളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതോടൊപ്പം തന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒരു കുറച്ച് സമയം വഴറ്റണം. അതുപോലെ വഴന്ന് കിട്ടിയാൽ ഇവിടെ സാധാ കറിക്ക് നമുക്ക് നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇവിടെ കിടന്ന് വഴന്ന് വരട്ട് ഞാൻ ഫ്ലെയിം ഇത്തിരി മീഡിയത്തിൽ വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എളുപ്പമുള്ള പാലിട്ടിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള പാല് വന്നു. പാല് അറിഞ്ഞിട്ടുള്ള പാല് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് ഇവിടെ അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം ഇത്തിരി കൂട്ടി കൊടുക്കാം. ഇതും ഞാൻ ഇവിടെ കിടന്നാവാൻ വയ്ക്കും. എനിക്കിനി രാത്രിക്കുള്ള ചോറ് വയ്ക്കണം. അപ്പോൾ അരിയൊക്കെ കഴുകി ഞാനൊന്ന് കുക്കറിലേക്ക് എടുത്ത്. അപ്പോൾ അരിയൊക്കെ കഴുകി ഞങ്ങൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പാലിൽ അവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഞാനിതിൽ കുറച്ചിട്ടേക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങനെ കിടന്നൊന്ന് കുക്കാവാനായിട്ട്. ഇത് UP അരിയായിട്ടോ ഞാൻ വൈകുന്നേരത്തിൽ വെക്കുന്നത്. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. ഇതിനിടയ്ക്ക് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണം, ഇവിടെ സബോള ഇങ്ങനെ വഴന്ന് വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ശകലം ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറും പറ്റൊക്കെ നല്ല വിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കുക്കറിൽ നിന്ന് വെള്ളമൊന്നും പുറത്തേക്ക് ചാടിപ്പോകും. നമുക്കിനി കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. പാലിവിടെ നല്ലപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാല് മാറ്റിയിട്ട് ആ ഫ്ലെയിമിലേക്ക് ചോറ് വയ്ക്കുന്നു.
പാല് ഞാൻ തണുക്കാനായിട്ട് കുറച്ച് നേരം നീക്കി വയ്ക്കുക. നമുക്ക് ജസ്റ്റ് ഒരു അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ സവോളയൊക്കെ ഒരുവിധം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു ശകലം കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എരിവിനായിട്ടുള്ള മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി, അപ്പോൾ അതൊരു 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാലകളെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇത് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഞാൻ അല്പം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ തക്കാളിയൊക്കെ നമുക്ക് വേഗത്തിൽ കുക്കായി കിട്ടാൻ ഞാൻ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചേക്കുന്നത് കേട്ടോ. ഈ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട് ഞാനൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ റൈസിൽ നിന്നൊക്കെ വിസിൽ വന്നു. അപ്പോൾ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നോക്കാം. ഇപ്പോൾ തക്കാളി ഒക്കെ ചേർത്തതിന് ശേഷം ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇങ്ങനത്തെ സ്പാച്ചുല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ പ്ലേറ്റിൽ നിന്നൊക്കെ ബൗളിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം നല്ല തീർത്ത് നമുക്ക് എടുക്കാൻ പറ്റും, ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് സമയത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ കുറച്ചൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നാളത്തേക്ക് സോയാബീനും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഒരു തോരനാണ് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2-3 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ രാവിലെ ഇരിക്കുമ്പോൾ തന്നെ വേഗം കുക്കറിൽ ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു 2-3 വിസിൽ വരുത്തി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. പിന്നെ സോയാബീൻ ഞങ്ങളിതാ ഇങ്ങനത്തെ പാക്കറ്റ് ചിലപ്പോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യാറ്, ചിലപ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ളത് കിട്ടും. ഇത് സോയ മിനി ചങ്ക്സ്, ഇത് വളരെ ചെറുതായിട്ടുള്ളതാണ്. പിന്നെ വേറൊരു പാക്കറ്റുള്ളത് കുറച്ചും കൂടെ വലിപ്പമുള്ള ടൈപ്പാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ബൗളിൽ റെഡിയാക്കി വെക്കും. ഈ ടൈപ്പ് വളരെ ചെറുത്. ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ ബൗളിൽ രാത്രിക്ക് തന്നെ എടുത്ത് ജസ്റ്റ് അടച്ചു വെക്കും. അപ്പോൾ രാവിലെ എനിക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ വേഗം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുമ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ കുതിർന്ന് വെക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഉരുളക്കിഴങ്ങിനോട് മിക്സാക്കി തോരനാക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അതങ്ങനെ ഒരു കുറച്ച് മതി. നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഇത് കുതിർന്നൊക്കെ വന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. ഇത് ഞാൻ അടച്ച് നീക്കി വെക്കണം. നമുക്ക് ഉരുളക്കിഴങ്ങ് തൊണ്ട് കളയണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കറി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് ബീറ്റ്റൂട്ട് തോരൻ എടുത്തൊന്ന് പുറത്ത് വെക്കണം. ബീറ്റ്റൂട്ട് തോരൻ എടുക്കട്ടെ കേട്ടോ. ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച ബീറ്റ്റൂട്ട് തോരൻ കുറച്ചെടുത്ത് ഉച്ചയ്ക്ക് കഴിച്ചു. ബാക്കി ഇനി ഇതിൻ്റെ തണുപ്പൊക്കെ വിടണമെന്ന് ചൂടാക്കി എടുക്കണമെന്ന്. ഉരുളക്കിഴങ്ങ് തൊണ്ട് കളയണം. ഞങ്ങൾക്കിവിടെ എന്ത് പച്ചക്കറികളും ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഒന്ന് പുറത്തിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ചീത്തയായി പോകണം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇരിക്കുമ്പോൾ ജോലി എളുപ്പമുണ്ട്. നമുക്ക് വേഗം ടൈമിന് ഇറങ്ങണം. രാവിലെ എനിക്കാലും ഒത്തിരി ജോലികളുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണം, ഉച്ചക്കലത്തേക്ക് കറി ഉണ്ടാക്കണം, ചോറിന് കുക്കറിൽ അരിയൊക്കെ കഴുകി റെഡിയാക്കി വെക്കണം, പിന്നെ ചായ, അങ്ങനെയൊക്കെയുള്ള ചപ്പാത്തിക്കുള്ള തോരൻ ഒക്കെ റെഡിയാക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ജോലികളെങ്കിലും ഇന്ന് തീർത്ത് വയ്ക്കണമെങ്കിൽ രാവിലെ എന്നിട്ട് വേണം. സബോള, അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ആ സാധനങ്ങളൊക്കെ രാവിലെ എന്നിട്ട് ഞാൻ സാധാരണ റെഡിയാക്കാറ്. എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ രാവിലെ എന്നിട്ട് ചതച്ചോ അല്ലെങ്കിൽ അരച്ചൊക്കെ എടുക്കേണ്ടത് അങ്ങനെ എടുത്ത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് തലേദിവസം രാത്രി തന്നെ വെക്കും. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് 6:45 ഇറങ്ങണം. ഇപ്പോൾ 7 മണിക്ക് ഞങ്ങൾക്ക് സൈൻ ചെയ്യുന്ന ടൈമാണ്.
അപ്പോൾ 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് ഈ ജോലികളെല്ലാം തീർന്ന് കുടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും എടുത്ത് പിടിച്ച് ഓടിക്കോ. അതാണ് രാവിലത്തെ കാര്യങ്ങൾ. ഭയങ്കര തിരക്കാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ വരുന്നത് 2:30 വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് സ്കൂളിൽ. 2:30 കഴിഞ്ഞ് രാവിലെ നമുക്ക് 6:45 പോയിട്ടുണ്ടെങ്കിൽ 2:30 വരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. 2:30 കഴിഞ്ഞ് 2:30ക്ക് നമ്മൾ സൈൻ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ 2:45 നമ്മൾ വീട്ടിലെത്തും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒന്ന് ചെയ്യും. നല്ലപോലെ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ചേച്ചി റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തിട്ടാണ്. സത്യത്തിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല മക്കളെ, ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോറിന് കഴിഞ്ഞ് ചിലപ്പോൾ പാത്രങ്ങൾ അപ്പം തന്നെ കഴിഞ്ഞ് വയ്ക്കും. ചിലപ്പോൾ ചേട്ടൻ ചായ ഉണ്ടാക്കാൻ ഈവനിങ് ചേട്ടൻ ഉണ്ടാക്കാറ്. അപ്പോൾ ചേട്ടൻ ചായ ഉണ്ടാക്കാൻ വരുമ്പോൾ ചിലപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ സഹായിച്ചാലും ചേട്ടൻ കഴിഞ്ഞ് വയ്ക്കും. അല്ലേ ഞാൻ കഴിക്കണം. പക്ഷെ ചോറിന് കഴിഞ്ഞു പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പോയ ഒരു 1-1.5 മണിക്കൂർ സുഖമായി ഉറങ്ങി എണീറ്റിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതായാലും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായാലും എന്തായാലും ഉറക്കമില്ലാത്ത പരിപാടിയില്ല. കാരണം അത്രയും നേരം വരെ നമ്മൾ സ്കൂളിലെ വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ണിന് നല്ല റെസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോഡിയേക്കാളധികം റെസ്റ്റ് എനിക്ക് കണ്ണിന് വേണം. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ് എണീറ്റിട്ടാണ് ചെയ്യാറ്. അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കൊന്നും അധികം ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉറങ്ങാറില്ല, അല്ലെങ്കിൽ എന്നും ഉറങ്ങാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ബൈബിൾ റൈറ്റിങ്ങും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കണ്ണിന് റെസ്റ്റ് വേണം. ബൈബിൾ റൈറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നും എഴുതുന്നുണ്ട്. എന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ തീർന്നിട്ടില്ല, ഇനി ഒരുപാടുണ്ട്. അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഈ ഇതിലായിട്ടോ കട്ട് ചെയ്തേക്കണം. ഈ ഒരു വലുപ്പത്തിൽ ഒരു കുക്കറിലിട്ട് കഴിഞ്ഞാൽ രാവിലെ വേഗത്തിൽ നമുക്കത് കുക്ക് ചെയ്ത് കിട്ടും. ഞാൻ കട്ട് ചെയ്തത് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. രാവിലെ എനിക്ക് നമുക്ക് കുക്കറിലിട്ട് കുക്ക് ചെയ്യും. നല്ല ചൂടാണ് ഇപ്പോൾ, നല്ല സൂപ്പർ ചൂട്. ഇത് കണ്ടിട്ട് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ എപ്പോഴും വെള്ളം നിറച്ച് വയ്ക്കും. ആവശ്യത്തിന് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ദാഹം തോന്നുമ്പോഴേക്ക് എടുത്ത് കുടിക്കും കഴിഞ്ഞപ്പോൾ എടുത്ത് വയ്ക്കും. ഇപ്പം ഞാൻ നിറയ്ക്കാനെടുത്തതായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയും തുറന്നു നോക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഞാൻ കുറച്ചു. ചിക്കനിന് അധികം ഗ്രേവി ഇല്ലാതെ ഒരു കുഴമ്പം പാകത്തിന് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി കിട്ടിയിരിക്കുന്ന വെള്ളം, സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഇറങ്ങി കിട്ടിയിരിക്കുന്ന ആ ഒരു വെള്ളം തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ പുതിയതായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇന്ന് 5 പേരോട് ചേഞ്ച് ആവട്ടെ. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ചിക്കൻ ഉണ്ടാക്കാം. അധികം ഗ്രേവി ഇല്ലാത്ത ഒരു ചിക്കൻ കുഴമ്പ് പാകത്തിന് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ കറി ഇവിടെ റെഡി. അപ്പോൾ ചോറിനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വെക്കുന്നതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ എങ്ങനെ വെച്ചാലും പല ടേസ്റ്റുകളല്ലേ. അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏത് രീതിയിൽ വെച്ചാലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇനി നമുക്ക് റൈസ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. റൈസും ഞങ്ങളുടെ അവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചോറും ബീറ്റ്റൂട്ട് തോരനും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈവനിങ്ങിലെ രാത്രിക്കുള്ള ഫുഡ് റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുക്കിംഗ് പ്രിപ്പറേഷൻ. അതുപോലെ നാളത്തേക്കുള്ള ഞങ്ങളുടെ കൊച്ചു പ്രിപ്പറേഷനൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കൊരു എൻകറേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി. നിങ്ങൾ ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതുകൊണ്ടായിരിക്കും ഒത്തിരി പേര് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം. ഇനിയും പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.